നമസ്കാരം. ഹാപ്പനിംഗ് അവേഴ്സ് ആരംഭിക്കുകയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഹാപ്പനിംഗ് അവേഴ്സിൽ പരിശോധിക്കുന്നത്. ആദ്യം ഹെഡ്ലൈൻസ്. ന്യൂസ് മലയാളം വാർത്ത സഭയിൽ ഉന്നയിച്ച് രമേശ് ചെന്നിത്തല. അവയവദാന വിഷയത്തിൽ മറുപടിയുമായി ആരോഗ്യമന്ത്രി. അവയവദാനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നു. വിഷയത്തിൽ നിയമപരമായ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്ന പ്രക്രിയ വീഡിയോഗ്രാഫ് ചെയ്യാൻ നിർദ്ദേശം. അവയവദാനവുമായി ബന്ധപ്പെട്ട് കേസ് ഓട്ടോയ്ക്ക് ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി വീണ ജോർജ്. എന്നുള്ളതും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതുമാണ് ഇതുവരെയുള്ള എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെയുള്ള ഒരു പരാതി ഔദ്യോഗികമായി കേസ് ഓട്ടോയ്ക്ക് മുൻപിൽ എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ന്യൂസ് മലയാളം വാർത്ത സഭയിൽ ഉന്നയിച്ചു കെ രമ. അവയവദാന കച്ചവടമായി മാറുന്നു എന്ന് രമ. ഒരേ ആശുപത്രിയെ 4 ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്ന സ്ഥിതി തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ടെന്നും കെ രമ. വിഷയം പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മുഖ്യപ്രതി പിടിയിലായത് മുഖ്യപ്രതി ചിന്നദുരൈ. അറസ്റ്റിലായത് കടലൂരിൽ നിന്ന്. നിരവധി വ്യാജമദ്യ കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. വ്യാജമദ്യ ദുരന്തത്തിൽ 50 മരണം. DLF ഫ്ളാറ്റിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. 2 ദിവസത്തിനിടെ 48 പേർക്ക് കൂടി രോഗബാധ. രോഗബാധിതരുടെ എണ്ണം 538ആയി. ഫ്ളാറ്റിൽ ക്ലോറിനൈസേഷൻ ആരംഭിച്ചു. അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ ഹൈറിച്ച് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. നടപടി ക്രമവിരുദ്ധമാണെന്നും സ്വത്ത് മരവിപ്പിച്ചത് റദ്ദാക്കണമെന്നും ആവശ്യം. കോടതിയുടെ അംഗീകാരമില്ലാതെ സ്വത്ത് മരവിപ്പിച്ച നടപടി തുടരാനാകില്ലെന്ന് ഹർജിയിൽ. എറണാകുളം തൃക്കാക്കരയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം. മരിച്ചത് കാക്കനാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന രാധിക. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് തൃക്കാക്കരയിൽ. ഇടതുപക്ഷത്തിനും വെള്ളാപ്പള്ളിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. വെള്ളാപ്പള്ളിക്കെതിരെ ഇടതുപക്ഷം നടപടിയെടുക്കാത്തത് വോട്ട് ബാങ്കിനെ പേടിച്ചാണോ എന്ന് ചോദ്യം. വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിനെ വിലക്കുന്നതാര്? അപരമത വിദ്വേഷം പേറുന്ന വെള്ളാപ്പള്ളി നവോത്ഥാന സ്ഥാനത്ത് തുടരുന്നതെന്തുകൊണ്ടെന്നും മുഖപത്രം. നീറ്റ് നെറ്റ് പരീക്ഷാ വിവാദങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. കോൺഗ്രസ് ഇന്ന് പാർലമെന്റ് വളയും. സർവകലാശാല ജില്ലാ തലങ്ങളിൽ പ്രതിഷേധിക്കാൻ NSU. ആരോപണങ്ങളിൽ സർക്കാർ മറുപടി പറയണമെന്ന് ABVP. രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തി. UDF യോഗത്തിൽ സംസാരിക്കാൻ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവ് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാതെ മടങ്ങി. ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യം. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി അടക്കം 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലേക്കുള്ള യാത്രക്കാർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. മലപ്പുറത്ത് റിമോട്ട് ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരിച്ച 9 വയസ്സുകാരന്റെ മുത്തശ്ശിയും മരിച്ചു. ആസിയ മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന്. മരിച്ച മുഹമ്മദ് സിനാന്റെ സംസ്കാരം ഇന്ന്.
ഇടുക്കി അടിമാലി 60-ാം മൈലിൽ ആന സവാരി കേന്ദ്രത്തിൽ ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണൻ. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. യോഗ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ യോഗ ചെയ്യാൻ ഇന്ത്യയിലേക്ക് എത്തുന്നു. യോഗ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നും മോദി. യോഗാദിനം ആഘോഷമാക്കി കേരളവും. ഈ വർഷം പുതുതായി 10,000 യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യ സംരക്ഷണത്തിൽ യോഗയ്ക്ക് പ്രധാന സ്ഥാനമുണ്ടെന്നും ആരോഗ്യമന്ത്രി. ഡൽഹി അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിൽ മോചിതനാകും. സത്യം വിജയിച്ചുവെന്ന ആം ആദ്മി പാർട്ടി. അവസാനിക്കുന്നത് 3 മാസത്തെ ജയിൽവാസം. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തിന് സ്റ്റേ ആവശ്യപ്പെട്ട് ED. ഇന്നു മുതൽ അനിശ്ചിതകാല സത്യഗ്രഹത്തിനൊരുങ്ങി ഡൽഹി ജലമന്ത്രി അതിഷി. സമരം ഹരിയാനയിൽ നിന്ന് അധിക ജലം ആവശ്യപ്പെട്ട. ഹരിയാന അർഹമായ വിഹിതം നൽകുന്നില്ലെന്ന ആരോപണം. പ്രോട്ടീം സ്പീക്കർ നിയമനത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞു. പകരം ഭർതൃഹരി മഹ്താബിനെ നിയമിച്ച് ഉത്തരവിറങ്ങി. പ്രതിഷേധവുമായി കോൺഗ്രസ്. 8 തവണ MP ആയ സുരേഷിനെ ഒഴിവാക്കി നിയമിച്ചത് 7 തവണ മാത്രം MP ആയ മഹ്താബിനെ. പശ്ചിമ ബംഗാളിലെത്തി മമതയെ കണ്ടു P ചിദംബരം. കൂടിക്കാഴ്ച സംസ്ഥാന നേതൃത്വം അറിയാതെ. പ്രതിപക്ഷ നേതൃസ്ഥാനം, പാർലമെന്റിലെ സഹകരണം എന്നിവ ചർച്ചയായി. T20 ലോകകപ്പ് സൂപ്പർ 8-ൽ ജയത്തോടെ തുടങ്ങി ഇന്ത്യ. അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 47 റൺസിന്. ഇന്ത്യയുടെ 181 റൺസ് പിന്തുടർന്ന അഫ്ഗാൻ 134-ന് പുറത്ത്. അർദ്ധ സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവ് കളിയിലെ താരം. T20 ലോകകപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. മത്സരം രാത്രി 8 മണിക്ക്.